ആറാട്ടെണ്ണോ എന്തായി ആറാട്ടെണ്ണം കാണിച്ചു കൂട്ടുന്നത്? ഒരു മണ്ടത്തരമൊക്കെ പറയുന്നതിനൊരു പരിധിയില്ലേ? അണ്ണ എങ്ങനെയാണെന്നൊന്ന് സ്വയം ഇരുന്ന് വിലയിരുത്തണം, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയണം. അല്ലാണ്ട് ചുമ്മാ ബാക്കിയുള്ളവരെ കുറ്റം പറയാതെ സ്വയമേ മണ്ടത്തരങ്ങളാ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ പോണത്? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ആറാട്ടെണ്ണനെ പറ്റിയാണ്. ആറാട്ടെണ്ണ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടുക. അദ്ദേഹം ഇപ്പം പുതുതായി ഇന്റർവ്യൂ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടെ അപ്പുറത്ത് വന്നിരിക്കുന്ന വ്യക്തികളെടുത്ത് ചോദിക്കുന്ന മണ്ടത്തരങ്ങൾ, എൻ്റെ പൊന്നോ ഗൈസ്, എന്ത് പറയാനാ. ആറാട്ടെണ്ണനെ മിക്കവർക്കും അറിയാം. കാര്യം അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള നടികളെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ആ വീഡിയോസൊക്കെ ഇടയ്ക്ക് വെച്ച് നല്ല വൈറലായിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഹണി റോസിനെ അങ്ങനെ ഓരോ നടികളും പ്രപ്പോസ് ചെയ്യുകയും ഊക്ക് വാങ്ങിച്ച് കൂട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആറാട്ടെണ്ണൻ. ഗൈസ്, പിന്നെ ആറാട്ടെണ്ണ എങ്ങനെ ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നടിമാരെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് അവരെ ഇങ്ങനെ രാവിലെ ആകുമ്പോൾ വീഡിയോ അങ്ങ് ഓണാക്കിയിട്ട് ഓരോ നടിമാരെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്, എനിക്ക് ഇവരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വൈറലാവുന്നത്. ഇപ്പം നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും എല്ലാ വള്ളിയും പിടിച്ചിടുന്ന ഒരു കൂട്ടുകാരുണ്ട്. അതുപോലെയാണ് ഈ ആറാട്ടെണ്ണൻ. ഉള്ള വള്ളികളും പിടിച്ചിട്ട് ലോകത്ത് കാണുന്ന എല്ലാവരെയും പ്രപ്പോസ് ആക്കി പിന്നെ ഊക്കുകൾ വാങ്ങിച്ചു കൂട്ടും. ആരും ഇങ്ങനെ പ്രപ്പോസലൊന്നും ഏറ്റെടുക്കൂല, കുറെ ഊക്കുകൾ വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ആറാട്ടെണ്ണൻ. പിന്നെ ഇദ്ദേഹത്തിന്റെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ സിനിമ റിവ്യൂ അവിടെ നിന്ന് പറയുന്നത് ഓരോരുത്തർ അഭിപ്രായം അവിടെ ഇടയിൽ പോയി തല കാണിക്കുക, മുഖം കാണിക്കുക, എന്നിട്ട് അവരെ അഭിപ്രായം ഒന്ന് മനസ്സമാധാനമായിട്ട് പറയാൻ അവരെ സമ്മതിക്കൂല. അങ്ങനെ അവിടെ പോയി നിന്ന് ശല്യപ്പെടുത്തുക, അവരെ കണ്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക, അവരെ മുഖത്തോട്ട്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വൈറലായത്. ആറാട്ടെണ്ണൻ ചെയ്തു കൂട്ടാത്ത വേലകളൊന്നുമില്ല. അങ്ങനെ കയറി വന്ന ഒരാളാണ് ആറാട്ടെണ്ണൻ. എന്നിട്ട് ഇപ്പം അലൻ ജോസ് പെരേരേനെ കുറ്റം പറയുന്നത്. സ്വന്തം സുഹൃത്തുമാണ് എല്ലാം. എന്നിട്ട് അലൻ ജോസ് പെരേരേന്റെ ഓരോ കുറ്റങ്ങൾ കാണുമ്പോൾ സ്വന്തം സുഹൃത്തുമാണ് എല്ലാം. എന്നിട്ട് അലൻ ജോസ് പെരേരന്റെ ഓരോ കുറ്റങ്ങൾ രാവിലെ ആകുമ്പോൾ വീഡിയോ ഓണാക്കി വെച്ചിട്ട് വന്നിരുന്ന് പറയും. അലൻ ജോസ് പെരേര അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവൻ ഒരു പൊട്ടനാണ്, മണ്ടനാണ്. സ്വന്തം സുഹൃത്തിനെ ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറയുമോ? ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നത്. എന്തൊക്കെ പറയാനുണ്ടോ അയാളെ ഇങ്ങനെ കുറ്റം പറയും. പിന്നെ അലൻ ജോസ് പെരേരന്റെ കാര്യം പറയണ്ട, മണ്ടത്തരങ്ങൾ മാത്രമേ കാണിച്ചു കൂട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് ഈ ആറാട്ടെണ്ണന്റെ കാര്യങ്ങൾ. പിന്നെ ഗൈസ്, ആറാട്ടെണ്ണൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഓണാക്കും, വന്നിരുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഓരോന്നും പറയാം. എന്നിട്ട് നാട്ടുകാരെ മൊത്തം കളിയാക്കുകയും ചെയ്യും. അഭിപ്രായം എടുത്തു വെച്ചിട്ട് അവരെയും കുറ്റം പറയും. ആറാട്ടെണ്ണോ എന്തായി ആറാട്ടെണ്ണം കാണിച്ചു കൂട്ടുന്നത്? ഒരു മണ്ടത്തരമൊക്കെ പറയുന്നതിനൊരു പരിധിയില്ലേ? രാവിലെ വീഡിയോ ഓണാക്കിയിട്ട് ഇങ്ങനെ ചുമ്മാ കണ്ട വെടുവായിത്തരങ്ങളും മണ്ടത്തരങ്ങളും പറയാവോ? പറയുന്നതിനൊരു ലിമിറ്റൊക്കെ ഇല്ലേ അണ്ണ എങ്ങനെയാണെന്നൊന്ന് സ്വയം ഇരുന്ന് വിലയിരുത്തണം, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയണം. ഓക്കെ? അല്ലാണ്ട് ചുമ്മാ എന്നും വീഡിയോ ഓണാക്കി വെച്ചിട്ട് അവരെ കുറ്റവും ഇവരെ കുറ്റവും പറയാതെ സ്വയം ആദ്യം വിലയിരുത്തും. ഗൈസ്, പിന്നെ ഇങ്ങനെ ആറാട്ടെണ്ണം കാണിക്കുന്നതായിട്ടൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരും ഇതൊരു നെഗറ്റീവായിട്ടോ അങ്ങനെയൊന്നും എടുക്കരുത്. ഇങ്ങനെ ആറാട്ടെണ്ണം കാണിക്കുന്നത് എനിക്കൊന്നും ശരിയായി തോന്നിയില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്ന. ആർക്കും ഒരു വിരോധവും ഒന്നും തോന്നിക്കല്ല് ഗൈസ്. ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.